ഓക്കെ സ്റ്റുഡൻസ്, ബ്ലോക്ക് 2-ലെ മാക്രോ എക്കണോമിക്സിലെ യൂണിറ്റ് 3 ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം. ഓക്കെ, ക്ലാസ് ആരംഭിക്കാം. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം. എന്താണ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒറിജിനേറ്റഡ് ഇൻ ദി ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറി. അതായത് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് 18th ആൻഡ് 19th സെഞ്ച്വറിയിലാണ് അല്ലേ. അസോസിയേറ്റഡ് വിത്ത് എക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ ആൻഡ് അതർ എക്കണോമിക്സ്. അതായത് നമ്മുടെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്, ഈ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൻ്റെ ആ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ആരൊക്കെയാണ്? ആദം സ്മിത്തും ഡേവിഡ് റിക്കാർഡും ആ സമയത്തുള്ള മറ്റ് എക്കണോമിസിസ്റ്റുകളുമാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? അസോസിയേറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് സീൻ ആസ് ഹാംഫുൾ ടു ദി എക്കണോമി. ഇവിടെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്താ പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എപ്പോഴും എന്താണ്? എക്കണോമിക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? ഹാംഫുൾ ആണെന്നാണ് അല്ലേ, ദോഷകരമാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വരുമ്പോൾ ഓരോ പോളിസീസ് കൊണ്ടുവരും അല്ലേ, അതൊന്നും നമ്മുടെ ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ബിഹേവിയേഴ്സിന് അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഇൻ്റർവെൻഷനൊക്കെ എന്താണ്? ഹാംഫുൾ ആണെന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ എക്കണോമിസ്റ്റൊക്കെ ആയ ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, മറ്റ് എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് ബിലീഫ് ഇൻ നാച്ചുറൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദി ലോങ് റൺ. ഇതിനകത്ത് പറയുന്നത് ലോങ് റണ്ണിൽ, ഷോർട്ട് റണ്ണിലല്ല, ലോങ് റണ്ണിൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? നാച്ചുറലായിട്ട് എന്തുണ്ടാവും? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തുമെന്നാണ് ആര് പറയുന്നത്? ഈ ആദം സ്മിത്തിനെ പോലുള്ള എക്കണോമിസ്റ്റ് പറയുന്നത്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് വിശ്വസിക്കുന്നത് അവരെപ്പോഴും ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് എക്കണോമിക്ക് ഹാംഫുൾ ആണെന്നും ഫുൾ എംപ്ലോയ്മെൻറ്റ് ലോങ് റണ്ണിൽ പതുക്കെ എന്തുണ്ടാവും? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തിക്കാൻ സാധിക്കുമെന്നും വേജസ് ആൻഡ് പ്രൈസസ് ആർ അസ്യൂംഡ് ടു ബി ഫ്ലെക്സിബിൾ. വേജസും പ്രൈസസും അസ്യൂം ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടാണ്, ഒരിക്കലും ഫിക്സ്ഡ് അല്ല. അവിടെ ഫ്ലെക്സിബിലിറ്റിയാണ് അവർ നോക്കുന്നത്. അതായത് ആവശ്യാനുസരണം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും അല്ലേ. ഇപ്പോൾ വേജസിനെയും പ്രൈസസിനെയും ഒക്കെ ഫിക്സ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല, അതിൽ തന്നെ പോണ്ടി വരത്തില്ല. അപ്പം എക്കണോമിക് ഒരു ഡിമിനിഷിങ് ഘട്ടം നിൽക്കുകയാണെങ്കിൽ, ഒരു ഡിമിനിഷിങ് സ്റ്റേജ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൈസസും വേജസും ഒക്കെ നമുക്ക് മാറ്റേണ്ടി വരും അല്ലേ. അപ്പം അങ്ങനെ ഇതിനെ എന്താക്കി വെച്ചിരിക്കുന്നുണ്ട്? ഈ നമ്മുടെ വേജസിനെയും പ്രൈസസിനെയും എന്താക്കി വെച്ചിട്ടുണ്ട്? ഫ്ലെക്സിബിൾ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആക്ട് റാഷണലി ആൻഡ് ഇൻ സെൽഫ് ഇൻട്രസ്റ്റ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി നോക്കാതെ നമ്മുടെ എക്കണോമി മൊത്തത്തിൽ എങ്ങനെ ഒരു ഗ്രോത്തിലേക്ക് എത്തിക്കാം എന്നതാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് നോക്കുന്നത്. അതും എന്തിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ എങ്ങനെ എക്കണോമിയെ എന്തിലേക്ക് എത്തിക്കാം? മുൻനിരയിൽ എത്തിക്കാം എന്നതാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ലീഡ്സ് ടു എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അതിൻ്റെ കൂടെ എന്തുണ്ട്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ അലോക്കേഷനും എന്താണ്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അതിന് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓരോ പോയിന്റ് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പം 18th 19th സെഞ്ച്വറിയിലാണ് ഈ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം തന്നെ ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിനെ ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, ആ സമയത്തുള്ള മറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിനെ എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എപ്പോഴും സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എക്കണോമിക്ക് ഹാംഫുൾ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവർ ബിലീഫ് ചെയ്യുന്നത് നാച്ചുറലി എന്താവും? ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ എന്തായി? ലോങ് റണ്ണിൽ അത് സംഭവിക്കും, ഫുൾ എംപ്ലോയ്മെൻറ്റ് സംഭവിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? ബിലീഫ് ഇൻ നാച്ചുറൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ ദി ലോങ് റൺ. പിന്നെ പറയുന്നത് വേജസും പ്രൈസസും എന്താണ്? അവർ ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ആവശ്യാനുസരണം അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു? ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആക്ട് റാഷണലി ആൻഡ് ഇൻ സെൽഫ് ഇൻട്രസ്റ്റ്. അതായത് ഇൻഡിവിജ്വൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? റാഷണലി ആയിരിക്കും അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അവരെപ്പോഴും എന്താണ്?
സെൽഫ് ഇൻട്രസ്റ്റ്, സ്വന്തം കാര്യം എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ ഒരു കാര്യമില്ലാതെ എന്താണ് എക്കണോമി മൊത്തത്തിൽ എങ്ങനെ ഗ്രോത്തിലേക്ക് എത്തിക്കാം എന്നതാണ് ക്ലാസിക്കൽ എക്കണോമിക്സ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പരമാവധി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അലോക്കേഷൻ ഓഫ് റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. അതിൻ്റെ കൂടെ വരുന്നതാണ് എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഇൻവിസിബിൾ ഹാൻഡ്? ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ, വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്ത കൈകൾ, അല്ലേ, കാണാൻ കഴിയാത്ത കരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം അതിനെ. The invisible hand is a metaphorical concept introduced by the Scottish economist Adam Smith in his seminal work The Wealth of Nations. ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു ടേം ആരാണ് യൂസ് ചെയ്തത്? ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ആദം സ്മിത്തിൻ്റെ വർക്കിൽ നിന്നാണ് ഈ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്, അല്ലേ. അദ്ദേഹം ആരാണ്? ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. ആര്? ആദം സ്മിത്ത്. ഓക്കെ, ആദം സ്മിത്ത് ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരാണ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. അതിലെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി എന്താണ് ആ ഇൻവിസിബിൾ ഹാൻഡ് എന്ന് നോക്കാം. ദ ഐഡിയ ബിഹൈൻഡ് ദി ഇൻവിസിബിൾ ഹാൻഡ് ഈസ് ദാറ്റ് വെൻ ഇൻഡിവിജ്വൽ പെർസ്യൂ ദെയർ ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് ദേ ആർ ലെഡ് ബൈ ആൻ ഇൻവിസിബിൾ ഹാൻഡ് ടു പ്രൊമോട്ട് ദ ജനറൽ വെൽഫെയർ ഓഫ് സൊസൈറ്റി. എന്താണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി എന്താണ് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി നടക്കുമ്പോൾ, സെൽഫ് ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ നടക്കുമ്പോൾ അവിടെ എന്താണ് ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. അതെന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? ജനറൽ വെൽഫെയർ, നമ്മുടെ സൊസൈറ്റിയിലെ പൊതുവായ ക്ഷേമത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട്, അല്ലേ. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു പ്രൊഡക്ഷൻ നടക്കണം. ആ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ കുറേ പേർക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും. അപ്പോൾ ആ ജോലി എന്ന് പറയുന്നത് വിസിബിൾ ആണോ? അല്ല, ഇൻവിസിബിൾ അല്ലേ. നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ നടത്തേണ്ടത് കൊണ്ട് അതിൻ്റെ പുറകെ വന്നതാണ് ആ ജോലി എന്ന് പറയുന്നത്, അല്ലേ. അതൊരു ഇൻവിസിബിൾ ഹാൻഡാണ്, അല്ലേ. അതുപോലെ തന്നെ അതിന് വരുന്ന കുറച്ച് ഇൻകം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ എന്താണ്? നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുന്നതേ ഉള്ളൂ. ആ പ്രൊഡക്ഷനകത്ത് നമ്മൾ അറിയാതെ കടന്നു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് ഇൻവിസിബിൾ. നമ്മളിപ്പോൾ അറിയാതെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് വരുമാനം കിട്ടുന്ന, അല്ലെങ്കിൽ വരുമാനം കിട്ടാൻ വേണ്ടി എന്ത് വേണം? എംപ്ലോയ്മെൻറ്റ് വേണം. അപ്പം കുറേ പേരുടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു പ്രൊഡക്ഷൻ സഹായിക്കുന്നുണ്ടല്ലേ. അതാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ എക്കണോമി നമ്മൾ കാണുന്നില്ല അത്, പക്ഷേ അത് എക്കണോമിയിൽ എന്നും അത് തുടർന്ന് വരുന്നുണ്ടെന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റായ ആദം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ വർക്കായ ദ വെൽത്ത് ഓഫ് നേഷൻസിനകത്ത് പറയുന്നത്. മനസ്സിലായാലോ എന്താണ് ഇൻവിസിബിൾ ഹാൻഡ് എന്നുള്ളത്? മനസ്സിലായാലോ? നമുക്ക് എല്ലാവർക്കും അവരവരുടെ കാര്യമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ കൂടെ അത് നമ്മുടെ എക്കണോമിയെ ഗ്രോത്തിലേക്ക് എത്തിക്കത്തില്ല, അല്ലെങ്കിൽ വെൽഫെയറിലേക്ക് എത്തിക്കത്തില്ല. സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻവിസിബിൾ ഹാൻഡുകൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? ഒരു ജനറൽ വെൽഫെയർ ഓഫ് സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് മനസ്സിലായാലോ? നെക്സ്റ്റ്, ഇനി നമ്മൾ ഈ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിനകത്ത്, ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. ഒരു 7 അസംഷൻ പറയുന്നുണ്ട്. 11 അസംഷൻ പറയുന്നുണ്ട്. ആ 11 അസംഷനിൽ ആദ്യത്തെ 3 എണ്ണം എന്ന് പറയുന്നത് 3 പില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ 3 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫസ്റ്റ് 3 എലമെൻറ്റ്സ് ആർ കോൾഡ് ദ 3 പില്ലേഴ്സ് ഓഫ് ദി ക്ലാസിക്കൽ സിസ്റ്റം. ക്ലാസിക്കൽ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട 3 എലമെൻറ്റ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ 3 എണ്ണം എന്നാണ് ആര് പറയുന്നത്? ആദം സ്മിത്ത് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, അസംഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്താണ്? ഫുൾ എംപ്ലോയ്മെൻ്റ് ആണെന്നല്ലേ. ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ പതിയെ എന്തായി വരുമെന്നാണ് പറഞ്ഞേ? ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എത്തുമെന്നാണ് പറഞ്ഞത്. Classical economists assume that the economy will always operate at full employment in the long run.
പറഞ്ഞല്ലോ. ലോങ് റണ്ണിൽ എന്താവും എന്നാണ് പറയുന്നത്, ഫുൾ എംപ്ലോയ്മെൻറ്റിലെത്തും എന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ്. എന്താ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്? The classical economists also assume that Say's law of markets holds true. This law states that supply creates its own demand, which means that all the goods and services produced in the economy will be consumed, and there will never to be general glut of goods. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെയ്സ് ലോ പറയുന്നത് എന്താണ്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓരോ സപ്ലൈയും അതിൻ്റെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ എന്താണ് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് എന്തെങ്കിലും ഒരു വേസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. അതായത് എക്കണോമി വിൽ ബി, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് സെയ്സ് ലോ പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്. എന്താണ് ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്? ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ് എന്ന് പറയുമ്പോഴേ അറിയാം, നമുക്ക് ആവശ്യാനുസരണം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്. The classical economists assume that prices and wages are flexible and adjust quickly to changes in supply and demand. സപ്ലൈയിലും ഡിമാൻഡിലും എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തിൽ മാറ്റാൻ പറ്റും, പ്രൈസസും വേജസിലും മാറ്റാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുന്നു, പ്രൈസസും വേജസും ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. എന്താണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പറയുന്നത്? This principle states that changes in the money supply will affect the price level in the economy in the long run. അതായത് നമ്മുടെ ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈയിലെ ചേഞ്ചസ് എന്തിന് ചേഞ്ചസ് ഉണ്ടാക്കുന്നു, അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു, പ്രൈസ് ലെവൽ ഇൻ ദി എക്കണോമി. ലോങ് റണ്ണിലെ പ്രൈസ് ലെവലിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. മണി സപ്ലൈ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നു, പ്രൈസ് ലെവൽ ഇൻ ദി എക്കണോമി ഇത് ലോങ് റണ്ണിനെ അഫക്റ്റ് ചെയ്യുന്നു. In the money supply in the economy increases, prices will eventually increases proportionally. അതായത് നമ്മുടെ എക്കണോമിയിലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. Therefore, monetary policy should be conducted with caution, as excessive money creation can lead to ഇൻഫ്ലേഷൻ ആൻഡ് എറോഡ് ദി വാല്യൂ ഓഫ് മണി. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള മണി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി, അവരുടെ പോളിസീസ് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിക്കകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്? The real theory of interest refers to the idea that the interest rate is determined by the supply and demand for savings and investment. According to classical economists, the interest rate balances of supply of savings with the demand for investment. അതായത് റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് അത് എന്തിനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സപ്ലൈ, ഡിമാൻഡ്, അതിൻ്റെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്രയും കൂടി ചേരുന്നതാണ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റിനെ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് അത് പറഞ്ഞത്. ഓക്കെ, റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. എന്താ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, another key assumption of the classical macroeconomic system is that individuals have rational expectations. This means that they make decisions based on all available information and that they are able to accurately predict future economic conditions. എന്താണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതായത് അവർക്കറിയാം ഫ്യൂച്ചറിലെ കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അവരെന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ, these principles suggest that there is a separation between nominal variables and real variables in
ആൻ എക്കണോമി, അതായത് നമ്മുടെ എക്കണോമിയിലെ നോമിനൽ വേരിയബിൾസിൻ്റെയും റിയൽ വേരിയബിൾസിൻ്റെയും എന്തിനെയാണ് സെപ്പറേഷൻ ഉണ്ടാകുമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ നോമിനൽ വേരിയബിൾസ് ഡു നോട്ട് അഫക്റ്റ് റിയൽ വേരിയബിൾസ് ഇൻ ദി ലോങ് റൺ. അതായത് ലോങ് റണ്ണിൽ നമ്മുടെ നോമിനൽ വേരിയബിൾസിനുണ്ടാകുന്ന ചേഞ്ച് റിയൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ചേഞ്ചസ് ഇൻ റിയൽ വേരിയബിൾസ് ഡു നോട്ട് അഫക്റ്റ് നോമിനൽ വേരിയബിൾസ് ഇൻ ദി ലോങ് റൺ. അത് തിരിച്ചും. ഓക്കെ, ദീസ് പ്രിൻസിപ്പിൾ ഇംപ്ലൈസ് ദാറ്റ് ചേഞ്ചസ് ഇൻ ദി മണി സപ്ലൈ ഓൺലി അഫക്റ്റ് നോമിനൽ വേരിയബിൾസ് while real variables are determined by factors such as technology, capital and labor. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതെന്തിനെയൊക്കെ മണി സപ്ലൈയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് നോമിനൽ വേരിയബിൾസിനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. എന്നാൽ റിയൽ വേരിയബിൾസിൽ എങ്ങനെയായിരിക്കും? അത് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടെക്നോളജി, ക്യാപിറ്റൽ, ലേബർ, ഇതൊക്കെയാണ് റിയൽ വേരിയബിൾസിൻ്റെ ഇത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ചേഞ്ചസ് സംഭവിക്കത്തുള്ളൂ എന്നാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. റിയൽ വേരിയബിൾസിൻ്റെയും നോമിനൽ വേരിയബിൾസിൻ്റെയും റിയാക്ഷനാണ്, സെപ്പറേഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിനകത്ത് ഫുൾ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ് ഉണ്ട്, ഫ്ലെക്സിബിൾ പ്രൈസസ് ആൻഡ് വേജസ് ഉണ്ട്. ഇവയെ മൂന്നെണ്ണത്തിനെയും 3 പില്ലേഴ്സ് ഓഫ് ദി ക്ലാസിക്കൽ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. 3 പില്ലേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ആദ്യത്തെ 3 എണ്ണം. അതിനുശേഷം നമ്മൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു ഏതാ? the quantity theory of money, the real theory of interest, rational expectations, classical dichotomy. ഇനി അടുത്ത നോക്കാം. സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാളിറ്റി. The classical economists also assume that saving equals investment. സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്? ഈക്വൽ ആണെന്നാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽ എക്കണോമിക്സ്. ദിസ് മീൻസ് ദാറ്റ് എനി സേവിങ്സ് ദാറ്റ് ഈസ് നോട്ട് സ്പെൻഡ് ഓൺ കൺസംഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ബി ഇൻവെസ്റ്റഡ് ഇൻ ദി എക്കണോമി വിച്ച് വിൽ ലീഡ് ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് എന്താ പറയുന്നത്? സേവിങ്സ് നമ്മൾ എനി സേവിങ്സ് ദാറ്റ് ഈസ് നോട്ട് സ്പെൻഡ് ഓൺ കൺസംഷൻ, നമ്മൾ നമ്മുടെ സേവിങ്സ് ഒന്നും കൺസംഷന് വേണ്ടി സ്പെൻഡ് ചെയ്തില്ല എന്നിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ഇൻ ദി എക്കണോമി, അതായത് അത് കൺസംഷൻ വിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? എക്കണോമിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ? വിച്ച് വിൽ ലീഡ് ടു എക്കണോമി, ഇതെന്തിനെ ലീഡ് ചെയ്യുന്നു? നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനും ഫുൾ എംപ്ലോയ്മെൻറ്റിനും കാരണമാകുന്നു. ഓക്കെ, അടുത്ത ലേസേഴ്സ് ഫെയർ. എന്താണ് ലേസേഴ്സ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഫ്രീ ആയിരിക്കും അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ ഫ്രീ മാർക്കറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലേസേഴ്സ് ഫെയർ എന്ന് പറയുന്നത് അല്ലേ? ലേസേഴ്സ് ഫെയർ ഈസ് എ ഫ്രഞ്ച് ടേം ദാറ്റ് മീൻസ് ലെറ്റ് ഡു, നമ്മൾ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദി ഗവൺമെൻറ് ഷുഡ് നോട്ട് ഇൻ്റർവെൻസ് ഇൻ മാർക്കറ്റ്സ് എക്സ്പെക്ട് ടു പ്രൊവൈഡ് ബേസിക് ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ഒരു ലീഗലായിട്ടുള്ളതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിലോ ഒന്നും ഉള്ളതല്ല എന്ത്? ലേസേഴ്സ് ഫെയർ എന്ന് പറയുന്നത് അല്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലേസേഴ്സ് ഫെയർ എന്ന് പറയുന്നത്. എന്താണ് ന്യൂട്രൽ മണി? Another assumption of classical economics is that money is neutral. Money എന്ന് പറയുന്നത് ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. This means that changes in the money supply will only lead to changes in the price level. അത് ചേഞ്ചസ് ഇൻ മണി സപ്ലൈ എന്തിനെ ലീഡ് ചെയ്യുന്നുള്ളൂ? പ്രൈസ് ലെവലിലെ ചേഞ്ചസിനെ ലീഡ് ചെയ്യുന്നുള്ളൂ. വിൽ നോട്ട് അഫക്റ്റ് റിയൽ എക്കണോമിക് വേരിയബിൾസ് സച്ച് ആസ് ഇപ്പോൾ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി, ഇതിനൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതെന്തിനെ മാത്രം? പ്രൈസ് ലെവലിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഇത് റിയൽ എക്കണോമിക് വേരിയബിൾസിനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒൺലി പ്രൈസ് ലെവലിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്ത്? മണി സപ്ലൈ എപ്പോഴും പ്രൈസ് ലെവലിലെ ചേഞ്ചസ് ഉണ്ടാക്കത്തുള്ളൂ, അല്ലാതെ റിയൽ എക്കണോമിക് വേരിയബിൾസിൽ ചേഞ്ചസ് ഉണ്ടാക്കില്ലെന്നാണ് ന്യൂട്രൽ മണിക്കകത്ത് പറയുന്നത്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് അല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ആളുകൾക്ക് എന്താണ്? ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. There are many buyers and sellers and no one has market power to influence prices. അതായത്
പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആർക്കും സാധിക്കത്തില്ല. ഇവിടെ ബയേഴ്സ് കുറേയുണ്ട്, സെല്ലേഴ്സും കൂടുതലുണ്ട്. മോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്നാണ് പറയുന്നത്. നോ വൺ ഹാസ് മാർക്കറ്റ് പവർ ടു ഇൻഫ്ലുവൻസ് പ്രൈസസ്. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്, നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് അവർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. അവർക്ക് ആർക്കും പ്രൈസിനെ അലോട്ട് ചെയ്യാൻ ഇത്ര പ്രൈസിൽ കൊടുക്കണം അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അസംഷൻ കണ്ടു. അസംഷൻ ഫുൾ എംപ്ലോയ്മെന്റ് ഉണ്ട്, സെയിൽസ് ലോ ഓഫ് മാർക്കറ്റ്സ് ഉണ്ട്, ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ് ഉണ്ട്, ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഉണ്ട്, ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്, റാഷണൽ എക്സ്പെക്ടേഷൻസ്, ക്ലാസിക്കൽ ഡൈക്കോട്ടമി, അതുപോലെ തന്നെ സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്വാളിറ്റി, ലൈസൻസ് ഫെയർ, ന്യൂട്രൽ മണി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. ഇനി അടുത്ത് നോക്കാം, എന്താണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഫുൾ എംപ്ലോയ്മെൻറ്റ് മീൻസ് ദാറ്റ് ഓൾ അവൈലബിൾ റിസോഴ്സസ് ഇൻ ആൻ എക്കണോമി ഇൻക്ലൂഡിംഗ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലാൻഡ് ആർ ബീങ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതിനെയെല്ലാം ഫുള്ളി യൂട്ടിലൈസ്ഡ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അതുപോലെ തന്നെ ദിസ് ഇംപ്ലൈസസ് ദാറ്റ് ദർ ഈസ് നോ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ എന്താണ് ഇൻവോളണ്ടറി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. ആൻഡ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഹു ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു വർക്ക് ആർ എംപ്ലോയിഡ്. അതായത് ഇവർക്ക് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജോലിയില്ലാതെ തൊഴിൽരഹിതരായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ എന്നാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർ ആരുമില്ല എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഹു ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു വർക്ക് ആർ എംപ്ലോയിഡ്. അതായത് ആരൊക്കെയാണോ വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് അവരെല്ലാം എന്താണ്? എംപ്ലോയിഡ് ആണ് അല്ലേ. ഇഫ് വേജസ് വെയർ ടു ഹൈ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അല്ലേ. ഫുൾ എംപ്ലോയ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ദാറ്റ് ഓൾ അവൈലബിൾ റിസോഴ്സസ് ഇൻ എക്കണോമി ഇൻക്ലൂഡിംഗ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലാൻഡ് ആർ ബീങ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതെല്ലാം കൂടി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷനാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു സാഹചര്യം. ഇനി നോക്കിയേ, ഇഫ് വേജസ് വെയർ ടു ഹൈ, നമ്മൾ വേജസ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ദെയർ വുഡ് ബി എക്സസ് ലേബർ സപ്ലൈ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇവിടെ എക്സസ് ലേബർ സപ്ലൈ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ്. എക്സസ് ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ലേബേഴ്സ് ഉണ്ട്, തൊഴിലാളികളുണ്ട്. വേജസ് കൂടുമ്പം അല്ലേ, കൂടുതൽ തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും. കൂടുതൽ വേജസിനകത്ത് കുറേ ലേബേഴ്സിനെ വെക്കുന്നത് നമ്മുടെ കമ്പനിക്ക് നഷ്ടമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം തൊഴിലാളികളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. എന്നിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. ഓക്കെ. ആൻഡ് വേജസ് വുഡ് ഫോൾ അണ്ടിൽ ദി ലേബർ മാർക്കറ്റ് ക്ലിയർഡ് ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് വാസ് അച്ചീവ്ഡ്. അതായത് നമ്മൾ വേജസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ലേബർ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നിടം വരെ, നമ്മുടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ അച്ചീവ് ചെയ്യുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേജസിനെ നമ്മൾ കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വേജസ് കൂട്ടുമ്പോൾ അത്രയും വേജസിൽ ആൾക്കാർ, ഓരോ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടത്തില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ലേബർ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നിടം വരെ നമ്മൾ വേജസിനെ എന്ത് ചെയ്യുന്നു? കുറച്ചിട്ട് ആ ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നു. അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു തിയറിക്കകത്ത് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, സെയിൽസ് ലോ. സെയിൽസ് ലോയ്ക്കകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. According to Say's, supply creates its own demand and there is no overproduction. Say's പറയുന്നത് എന്താണ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഓരോ സപ്ലൈയും അതിൻ്റെ ഡിമാൻഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു പെൻ സപ്ലൈ ചെയ്യുക, അതിനെ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പെന്നിന് ഒരു വേസ്റ്റേജ് സംഭവിക്കുന്നില്ല.
അങ്ങനെയെങ്കിൽ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ആൻഡ് ദെയർ ഈസ് നോ ഓവർ പ്രൊഡക്ഷൻ. അപ്പം അവിടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വേസ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവിടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്താണ് വേസ്റ്റേജ്? ഗുഡ്സ് ആൻഡ് സർവീസസിന് യാതൊരു വേസ്റ്റേജും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് സെയിൽസ് ലോ പറയുന്നത്. മനസ്സിലായല്ലോ? അക്കോർഡിംഗ് ടു സെയിൽസ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ആൻഡ് ദെയർ ഈസ് നോ ഓവർ പ്രൊഡക്ഷൻ എന്നാണ് സെയിൽസ് ലോ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സപ്ലൈ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഡിമാൻഡ്. അത് തന്നെയാണ് പറഞ്ഞത്. സപ്ലൈ ഈസ് ഈക്വൽ ടു എന്തിൻ്റെ? ഡിമാൻഡിന്. സപ്ലൈയും ഡിമാൻഡും എന്താണ്? ഈക്വൽ ആണ്. ദിസ് ലോ സേസ് ദാറ്റ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓവർ പ്രൊഡക്ഷൻ ആർ ഇമ്പോസിബിൾ. അതായത് ഈ ലോ പറയുന്നത് വെച്ചിട്ട് ഒരു അൺഎംപ്ലോയ്മെൻറ്റ്, കാരണം പൊതുവായ ഒരു അൺഎംപ്ലോയ്മെൻറ്റോ തൊഴിലായ്മയോ അല്ലെങ്കിൽ ഓവർ പ്രൊഡക്ഷനോ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതൊരു പോസിബിൾ ഉള്ള കാര്യങ്ങളല്ല, ഇമ്പോസിബിൾ ആണെന്ന് ആര് പറയുന്നത്? സെയിൽസ് ലോ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ? സെയിൽസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. അക്കോർഡിംഗ് ടു സെയിൽസ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ആൻഡ് ദെയർ ഈസ് നോ ഓവർ പ്രൊഡക്ഷൻ. സപ്ലൈ ഈസ് ഓൾവേസ് ഈക്വൽ ടു ഡിമാൻഡ്. ദിസ് ലോ സേസ് ദാറ്റ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓവർ പ്രൊഡക്ഷൻ ആർ ഇമ്പോസിബിൾ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നോക്കാം. അതിൻ്റെ അസംഷൻസ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, നോ ഓവർ പ്രൊഡക്ഷൻ ഓർ അണ്ടർ പ്രൊഡക്ഷൻ. അവിടെ കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ഷനോ ഇല്ല, കൂടിയ പ്രൊഡക്ഷനോ ഇല്ല. നോ ഹോർഡിങ്, അതായത് ഒന്നും ഹോർഡ് ചെയ്ത് വെക്കുന്നില്ല അല്ലേ. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസസ് ആൻഡ് വേജസ്. ആവശ്യാനുസരണം പ്രൈസസും വേജസും എന്ത് ചെയ്യുന്നു? ഫ്ലെക്സിബിൾ ആക്കുന്നു. ഓക്കെ, മാറ്റാൻ പറ്റുന്നു. നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് ലോയുടെ അസംഷൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? സെയിൽസ് ലോ എന്താണെന്ന് പറഞ്ഞു, അസംഷൻസും പറഞ്ഞു. എളുപ്പമാണ് അതൊക്കെ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലെന്ന് നമുക്കറിയാം. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എപ്പോഴും പറയുന്നത് എന്താണ്? അവിടെ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്താണെന്നാണ് പറയുന്നത്? ഹാംഫുൾ ആണ്, എക്കണോമിക്ക് ഹാംഫുൾ ആണെന്നാണ് ആര് പറയുന്നത്? ഈ ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിയറിയാണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? വേർഡിൽ തന്നെ ഉണ്ട്. വേജസും പ്രൈസസും എന്താണ്? ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത് അല്ലേ. The theory assumes that wages and prices are flexible and can adjust quickly in response to ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. വേജസും പ്രൈസസും എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ട്? മാർക്കറ്റ് കണ്ടീഷൻസിലെ ചേഞ്ചസിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് കണ്ടീഷൻസിലെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേജസിനെയും പ്രൈസസിനെയും എന്താക്കി വെച്ചിരിക്കുന്നത്? ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായാലോ? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വേജസും പ്രൈസസും എന്താണ്? ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുക. ക്യാൻ അഡ്ജസ്റ്റ് ക്വിക്ക്ലി ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസിലെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ പെട്ടെന്ന് നമുക്ക് അതിനെ തടയാൻ വേണ്ടിയിട്ട് വേജസിലും പ്രൈസസിനെ എന്ത് ചെയ്യുന്നു? ഫ്ലെക്സിബിൾ ആക്കി വെക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇഫ് ദർ ഈസ് എ സർപ്ലസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പ്രൈസ് വിൽ ഫോൾ. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സർപ്ലസ് ഉണ്ടാവുമെന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസസ് കുറയ്ക്കും. ആൻഡ് ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സർപ്ലസിൽ എന്ത് ചെയ്യുക? ഒരു ഷോർട്ടേജ് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ സർപ്ലസ് അവിടെ ഉണ്ടാകുന്നില്ല. ഗുഡ്സ് ആൻഡ് സർവീസസിന് സർപ്ലസ് ഉണ്ടാവാതെ അവിടെ ഷോർട്ടേജ് ഉണ്ടാകുകയാണെങ്കിൽ പ്രൈസ് വിൽ റൈസ്, കൂടും. സിമിലർലി ഇഫ് ദർ ഈസ് ആൻ എക്സസ് സപ്ലൈ ഓഫ് ലേബർ വേജസ് വിൽ ഫോൾ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കിട്ടും? സപ്ലൈ ഓഫ് ലേബറും വേജസും എന്ത് ചെയ്യും? കുറയും അല്ലേ. എക്സസ് സപ്ലൈ എന്തിനെ ലീഡ്സ് ചെയ്യുന്നു? വേജസ് കുറയാൻ കാരണമാകുന്നു. ആൻഡ് ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ലേബർ വേജസ് വിൽ റൈസ്. ഓക്കെ, ഇതാണ് ഈ തിയറി പറയുന്നത്. വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദ തിയറി അസ്യൂം ദാറ്റ് വേജസ് ആൻഡ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ അഡ്ജസ്റ്റ് ക്വിക്ക്ലി ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. If there is a surplus of goods or services, prices will fall, and if there is a shortage, prices will rise. Similarly, if there is an excess supply of labor, wages will fall. അപ്പം എക്സസ് സപ്ലൈ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ലേബറിൻ്റെ വേജസ് കുറയും. ഇനിയും ആൻഡ് ഇഫ് ദർ ഈസ് ഷോർട്ടേജ് ഓഫ്
shortage of labor, wages will rise. Okay. ലേബറിൻ്റെ സപ്ലൈയിൽ എക്സസ് ഉണ്ടാകുകയാണെങ്കിൽ വേജസ് കുറയും. ഇപ്പം ഒരുപാട് ലേബേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, ഒരുപാട് ലേബേഴ്സ് ഉണ്ടെങ്കിൽ വേജ് നമ്മൾ കുറച്ചേ കൊടുക്കത്തുള്ളൂ അല്ലേ. ഇഫ് ദർ ഈസ് എ ഷോർട്ടേജ് ഓഫ് ലേബറിന് ഷോർട്ടേജ് ഉണ്ടാവും, ലേബർ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചു, അന്നേരം നമ്മൾ എന്ത് ചെയ്യും, വേജസ് കൂട്ടിക്കൊടുക്കും. മനസ്സിലായല്ലോ, അതാണ് സംഭവം. വേജും പ്രൈസും ഫ്ലെക്സിബിലിറ്റി അതാണ്. പ്രൈസിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്, വേജസിൽ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അത് എന്തുകൊണ്ടാണ് അത് ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത ഈ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി തിയറിയുടെ അസംഷൻസ് ആണ് നോക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ലേബർ ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്സ് ആർ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആണ്, ഇവിടെ മൊണോപ്പൊളി പവർ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ വേജസ് ആൻഡ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ ആണ്, ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്, ദർ ഈസ് നോ ഇൻഫ്ലേഷണറി എക്സ്പെക്റ്റേഷൻസ്, ദർ ഈസ് നോ എക്സ്റ്റേണൽ ഷോക്സ് ഓർ ഡിസ്റ്റർബൻസസ് ടു ദി എക്കണോമി. മറ്റ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് ഒന്നും ഇതിനകത്തില്ല, ഈ തിയറിക്കകത്ത് ഇല്ല. നോ മൊണോപ്പൊളി പവർ, നമ്മൾ പറഞ്ഞല്ലോ കോമ്പറ്റേറ്റീവ്, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റ് മാർക്കറ്റാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള മൊണോപ്പൊളി പവറും ഇവിടെ ഇല്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്, ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം കണ്ടു, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കണ്ടു. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അസംഷൻസ് നോക്കി. അസംഷൻസ് ഒരു 11 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് കണ്ടു, സെയിൽസ് ലോയ് അതിൻ്റെ അസംഷൻസ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ അസംഷൻസ്. ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ വായിക്കുക. ഒരു 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നും പറയുന്ന പോലെ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ എഴുതിയതിന് ശേഷം മാത്രം ആൻസേഴ്സിലേക്ക് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദി ബിഹേവിയർ ആൻഡ് പെർഫോമൻസ് ഓഫ് ആൻ എക്കണോമി ആസ് എ ഹോൾ? വിച്ച് സ്കൂൾ ഓഫ് തോട്ട് ഡോമിനേറ്റഡ് എക്കണോമിക് തിങ്കിങ് അണ്ടിൽ ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് ദി 1930? According to classical macroeconomics, what kind of mechanism is believed to determine economic performance? What is the central idea behind the invisible hand concept in classical economics? What does the quantity theory of money explain the relationship between? Classical economics assume that markets are perfectly competitive, meaning what? What is the term used to describe the state where all available resources in an economy are being fully utilized in the production of goods and services? According to classical macroeconomics, what is the impact of changes in the money supply on real economic variables like output and employment? Which principle in classical economics suggests that the production of goods and services creates its own demand? According to the classical dichotomy, what is separated in an economy? Okay, and answers തൊട്ടപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. Okay, thank you.